പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ പുതിയ ദിവസത്തിനായി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സ്നേഹവാനായ സ്വർഗീയ പിതാവ്, കൃപയും കരുണയും മനസ്സലിവും ദയുള്ള ദൈവം തൻ്റെ കൃപയാൽ നമുക്കൊരു ദിവസം കൂടി ദാനമായി നൽകി. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപയും കരുണയും സ്നേഹവും മനസ്സലിവും ഒക്കെ ദൈവം ധാരാളമായി നമ്മുടെ മേൽ പകരുന്നു. ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ നാം ഈ ദൈവത്തിൻ്റെ കരുതലിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ദൈവത്തിൻ്റെ കൃപയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ദൈവവചനത്തിൻ്റെ കേൾവി നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെന്നും പരിപാലിക്കുന്നതെന്നും ഓരോ ദിവസവും കരുതി നടത്തി വീഴാതെ സൂക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കുവാനും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിന് ഉടമയാക്കി നമ്മെ മാറ്റുവാനും ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവത്തോട് ചേർന്ന് നടപ്പാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ, പാപങ്ങളെ വിട്ടുതിരുവാൻ, ദൈവം നമ്മെ അതിശയം ഭയങ്കരമായി സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നതിന് ഉദ്ദേശം എന്താണെന്ന് ദൈവവചനത്തിൽ കൂടി മനസ്സിലാക്കി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ലോകവും അതിൻ്റെ മോഹവും ഒക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവയിഷ്ടം ചെയ്യുന്നവരാണ് എന്നേക്കും ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊത്തോളം ജീവിതത്തെ ക്രമപ്പെടുത്തി ഓരോ ദിവസവും സ്വസ്ഥതയും സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 4 മുതലുള്ള ചില വാക്യങ്ങൾ. പ്രതികാൽ ഒരു പുതിയ മാസത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലൊക്കെ ദൈവം നമ്മെ നടത്തി. അതിനോർത്തെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവിടെ ഇങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന എല്ലാ ഭയത്തിൻ്റെ ദണ്ഡനത്തെയും ദൈവം നീക്കിക്കളയാണ് ചെയ്യുന്നത്. കാരണം ദൈവവചനം പറയുന്നു, ഭയത്തിന് ദണ്ഡനമുണ്ട്, തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ആദാമെ പാപപ്രകൃതത്താലുള്ള സ്നേഹമാണ് ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്ന ഓരോ മനുഷ്യരിലുള്ളത്. ആ സ്നേഹത്തിന് പരിധികളും പരാതികളും ഉള്ളതാണ്. എന്നാൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിലേക്ക് ദൈവവചനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കും. അപ്പോൾ നമ്മളിൽ പകരപ്പെടുന്ന സ്നേഹം അത് നമ്മെ ദൈവവചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി ഓരോ ദിവസവും ജീവിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ദൈവസ്നേഹത്തിൻ്റെ നിറവ് ഒരു വ്യക്തിയുടെ ആത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ അവൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നതും ആദാമി പാപപ്രകൃതത്താൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതുമായിട്ടുള്ള ഭയത്തിൻ്റെ ദണ്ഡനത്തെ പൂർണ്ണമായിട്ടും നീക്കിക്കളയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. പലവിധമായിട്ടുള്ള ഭയങ്ങളാണ്. നാളെക്കുറിച്ചുള്ള ഭയം, മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ, രോഗഭയം, മരണഭയം, അതുപോലെ നിത്യതയെ എന്തായി തീരും എന്നുള്ള, അങ്ങനെ നിരവധി ഭയങ്ങൾ ഓരോ വ്യക്തിയുടെ ഉള്ളിലും ഗ്രസിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ, ദൈവവചനത്തിൻ്റെ അനുസരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഭയത്തിൻ്റെ എല്ലാ ദണ്ഡനങ്ങളും ഭയങ്ങളിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. തുറന്നു പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചതുമില്ല, ലജ്ജിച്ചു പോയില്ല. അപ്പോൾ ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ വ്യക്തി ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തത്തില്ല. അത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ സാഹചര്യങ്ങളെ കണ്ടോ, പ്രതിസന്ധികളെ കണ്ടോ, പ്രതികൂലങ്ങളെ കണ്ടോ, അല്ലെങ്കിൽ ഹൃദയ കാഠിന്യങ്ങളെ കണ്ടോ ഒന്നും നമ്മൾ ഭയപ്പെടണ്ട. ദൈവവചനം എന്താണോ പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വ്യക്തമായിട്ട് പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ എന്ന് പറഞ്ഞാൽ അവിടെ ആരാണോ ദൈവമുഖം അന്വേഷിക്കുന്നത്, ആരാണോ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആരാണ് പാപവഴികൾ വിട്ടു തിരിയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ മാറ്റി ദൈവത്തിന് മഹത്വം കിട്ടുന്ന ഒരളവിലേക്ക് കാര്യങ്ങളെ ദൈവം മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ വഴികൾ തുറക്കും, വാതിലുകൾ തുറക്കും, ഞെരുക്കങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കും, ഹൃദയങ്ങൾ അനുകൂലമാക്കും, ഭവനത്തിലെ ഛിദ്രിപ്പുകൾ മാറും, ആരോഗ്യമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, പ്രത്യാശയുടെ സമൃദ്ധി ഉണ്ടാകും, ജീവനുണ്ടാകും, വിശുദ്ധിയിൽ വളരെ, ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ്
ഈ പറയുന്ന ഒരു വചനത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അപ്പോൾ പ്രകാശം നഷ്ടപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിനെയും ദൈവം നീക്കിക്കളയാണ് ചെയ്യുന്നത്. അവിടെ തേജസ്സിനാൽ ദൈവം നമ്മെ നിറയ്ക്കും, ലജ്ജിച്ചു പോകുവാൻ ഇടവരുത്തത്തില്ല. തുടർന്ന് പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. നോക്കൂ, നമ്മളുടെ ദൈവം എന്ന് പറയുന്നത് കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഒരു ഊമവിഗ്രഹമല്ല. നമ്മളുടെ നിലവിളി കേൾക്കുന്ന, നമ്മളുടെ വേദനകളെ അറിയുന്ന, നമ്മളുടെ ഭാരങ്ങളെ വഹിക്കുന്ന, നമ്മൾ എവിടെയാണോ നമ്മൾ പ്രശ്നത്തിലായിരിക്കുന്നത് ആ പ്രശ്നങ്ങളെ അറിയുന്നവൻ നമ്മുടെ കർത്താവ്. ഇപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഈ പ്രശ്നങ്ങളെ അറിയുക മാത്രമാണോ? 115 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളുടെ ദൈവം ഇപ്പോൾ എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് എന്ന് പറഞ്ഞാൽ, പലവിധമായ സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വിഷയങ്ങളൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് വചനം പറഞ്ഞു, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അപ്പോൾ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അതിനൊത്തവണ്ണം ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനായിരിക്കുന്ന കഷ്ടങ്ങളിൽ നിന്നൊക്കെ ദൈവം അവനെ വിടുവിക്കും. തുറന്ന് പറയാണ്, അവരുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയുമാകുന്നു, മനുഷ്യരുടെ കൈവേല തന്നെ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹങ്ങൾ. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല, തൊണ്ട കൊണ്ട് സംസാരിക്കുന്നതുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെപ്പോലെയാകുന്നു. തുറന്നു പറയാണ്, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. കേട്ടോ, അപ്പോൾ ഇവിടെ പറയാണ്, ഇത്തരത്തിൽ ഈ ഊമവിഗ്രഹങ്ങളെ പിൻപറ്റുന്ന വ്യക്തികൾ, അതുകൊണ്ട് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത്, ഒന്നിൻ്റെയും വിഗ്രഹം ഉണ്ടാക്കരുത്, ആരാധിക്കരുത്, വണങ്ങരുത്, നമസ്കരിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ്. നമ്മളുടെ ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്, അവൻ തേജസ്സുള്ളവനാണ്, അവൻ ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു തിരിച്ചറിവുണ്ടായി ഈ ജീവനുള്ള ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഈ കർത്താവ് കേൾക്കും, അവൻ്റെ കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനമാണ്. തുറന്നു പറയാണ്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ദൂതൻ കാരണം രക്ഷപ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളായ സ്വർഗീയ ദൂതനെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുകയാണ്. ഇവിടെ പറയാണ്, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഓരോ വിഷയങ്ങളുടെ നടുവിൽ ദൈവം നമ്മെ വിടുവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ഓരോ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ച് ദൈവത്തിന് മഹത്വം കിട്ടുന്ന അളവിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുന്നത് കാണാനായിട്ട് സാധിക്കും. തുറന്നു പറയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണം, ദൈവം ആരാണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിയുമ്പോൾ അവിടെ പറയാണ്, അവനെ ശരണം. അവൻ ഈ ഒരു തിരിച്ചറിവ് വ്യക്തി ജീവിതത്തിലാണ് അറിയുന്നത്. രുചിച്ചറിവിൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതൊക്കെ കാണുമ്പോൾ അത് നമ്മൾ അനുഭവിച്ചറിയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ. മാത്രമല്ല അവിടെ പറയാണ്, അവന് ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇത്തരത്തിൽ ദൈവമഹത്വം ദർശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും കരുതലിൽ നിന്നും മാറിപ്പോകുന്നില്ല. അവൻ എല്ലായ്പ്പോഴും ദൈവത്തിൽ തന്നെയാണ് ശരണം പ്രാപിക്കുന്നത്. തുറന്നു പറയുന്നു, യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ച് ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവം വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. കാരണം യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം എല്ലാവരെയും വിശുദ്ധീകരിക്കുന്നു, വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നു, ഒരു പാപമില്ലാത്തവരെ പോലെ കാണുന്നു. മാത്രമല്ല അത്തരത്തിൽ വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ ദൈവമക്കളും ഇനി പാപവഴികളല്ല നടക്കുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് ദൈവ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടുള്ളൊരു ജീവിതം ജീവിക്കുന്നത്. ഇത്തരത്തിൽ ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ പറയാണ്, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. നിങ്ങൾക്ക് ഇവയ്ക്ക് ആവശ്യമെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. നമ്മൾ ചോദിക്കുന്നതിന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. മാത്രമല്ല നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു.
വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ഇവയൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ദൈവജനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇവിടെ പറയണം, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അപ്പോൾ ഒന്നിനും മുട്ടില്ലാതെ എല്ലാവിധമായിട്ടുള്ള നന്മകളാലും ദൈവം നമ്മെ നിറയ്ക്കും. ഇപ്പോൾ ഈ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വിടുതൽ മാത്രമല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അവന് ശാരീരികമായിട്ട് അവന് ബലവും ആരോഗ്യവും സൗഖ്യവും വേണം. ആത്മീയമായിട്ട് നിറവുണ്ടാകണം. അതുപോലെ മാനസികമായിട്ട് ഒരു സ്വസ്ഥത ഉണ്ടാവണം. പലർക്കും പണമുണ്ട്, മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ എന്താ കാര്യം? അപ്പോൾ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ നിറവിലേക്കും ദൈവം നമ്മളെ നിറയ്ക്കുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സമൃദ്ധി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദൈവമുഖം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ അളവിലേക്കാണ് ദൈവം ഒരുക്കുന്നത്. അത്തരത്തിൽ ദൈവഹിതത്തിൻ്റെ നിറവിലേക്ക് കയറി വരുന്ന ഓരോ വ്യക്തികളും ഇവിടെ പറയുന്ന പോലെ ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ആ നിറവ് മറ്റുള്ളവരിലേക്ക് പകരുവാനുമായിട്ട് ദൈവം സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരളവിലേക്ക് കയറി വരുവാൻ ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. അതാ സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവം, ഞങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ വീതി നീളവും ഉയരവും ആഴവും അനുഭവിപ്പാൻ ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യം നിലവിൽ കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ ധാരാളമായി പകരുന്നല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല എന്നുള്ള വചനത്തെ വ്യക്തി ജീവിതങ്ങളിൽ തിരിച്ചറിയാനൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങ് സഹായിക്കണം. ജീവിതത്തിൻ്റെ വിവിധ യാഥാർത്ഥ്യങ്ങളിൽ, പരിവരുത്ത അവസ്ഥകളിലൊക്കെ കർത്താവിൻ്റെ കൃപ അവിടെ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനം സ്വർഗീയ ഭവനങ്ങളായി തീരട്ടെ. സ്വസ്ഥതയും സമാധാനം സന്തോഷമുള്ള ജീവിതം നയിപ്പാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണം. ഉയരത്തിലെ ശക്തിയാൽ നിറയ്ക്കണം. ദുഷ്ടം കാണാതെ മറയ്ക്കണമേ. കർത്താവ് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.